ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയിൽ ബേക്കറിയിലേക്ക് വരുന്ന മഹേഷിനെയും അവനെ വെയിറ്റ് ചെയ്യുന്ന അവൻ്റെ ഗേൾഫ്രണ്ടിനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പലഹാരമുണ്ടാക്കുന്ന ആൻറ്റി വന്ന് അവളെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയുന്നു. മഹേഷ് അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് വരുന്ന ടീച്ചർ അമ്മയെയും വീണയെയുമാണ്. അമ്മയ്ക്ക് എന്തോ കാലക്കേട് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്നലെ അയ്യോ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ വീണ പറയുന്നു. കാലക്കേടൊക്കെ ഗുരുവായൂരപ്പൻ തട്ടിമുട്ടി അങ്ങ് കൊണ്ടുപോകുമെന്ന് ടീച്ചറും പറയുന്നു. പിന്നീട് അവർ വിനോദിനെ പറ്റി പറയുന്നു. ആളൊരു പാവമാണെന്നും മെമ്പർ ഓവറാണെന്നുമൊക്കെ അവരെ ടീച്ചർ പഠിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. 18 വയസ്സായപ്പോൾ വിനോദിൻ്റെ കൂടെ ചാടിപ്പോയി. അമ്മ മെമ്പറോടൊന്ന് സംസാരിക്കണമെന്ന് വീണ പറയുന്നുണ്ട്. മഹേഷ് ബേക്കറിയിലെ ജീവനക്കാരിയെ ചോദ്യം ചെയ്യുന്നു. സരസ്വതി ടീച്ചർ പറഞ്ഞിട്ടാ ജോലിക്ക് നിൽക്കുന്നത്. വരട്ടെന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് അവരും. ഞാൻ പറയുന്നത് കേട്ട് നിൽക്കുന്നവർ മാത്രമേ ഇവിടെ പണിക്കുണ്ടാവൂ എന്നും പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോകുന്നു. മറ്റു ജീവനക്കാർ അവനെ വെറുപ്പിക്കേണ്ട എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു പണി ഞാൻ അവന് കൊടുത്തിരിക്കുമെന്ന് പറയുന്നു. വീട്ടിലെത്തുമ്പോൾ അവിടെ പുറത്തൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല. ഇവിടെ കറണ്ടില്ല എന്ന് ചോദിച്ച് അകത്തേക്ക് പോകുന്ന ടീച്ചറും വീണയും. അകത്തേക്ക് കയറുന്നവർ ഹാളിലിരുന്ന് കളിക്കുന്ന കുട്ടികളെ കാണുന്നു. അമ്മമാരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ബിസിനസ് പ്ലാനും വ്ളോഗിങ്ങും ഒക്കെയാണ്, ശബ്ദമുണ്ടാക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. കുട്ടികൾക്ക് വാങ്ങിയ പാൽ അതുപോലെ ഇരിക്കുന്നത് കണ്ട് പാലെങ്കിലും കാച്ചി കൊടുക്കാഞ്ഞതെന്താ ചോദിക്കുമ്പോൾ സമയം കിട്ടിയില്ല, ബിസിനസ് കാര്യത്തിൻ്റെ ഇടയിൽ അടുക്കളക്കാര്യം നടക്കില്ലെന്ന് ടീച്ചറുടെ മകൾ പറയുന്നു. അതിനെ വീണ ചോദ്യം ചെയ്യുന്നുണ്ട്. മഹേഷിൻ്റെ ഭാര്യ രേണു അവിടെ റൂമിൽ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുമ്പോൾ ബേക്കറിയിലെ ജീവനക്കാരി വിളിച്ച് നടന്നതൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോയ വീണ കളിക്കുന്ന മോനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന മഹേഷിനെ രേണു ചോദ്യം ചെയ്യുന്നു. ഫോൺ വിളിച്ചപ്പോൾ എടുക്കാഞ്ഞതെന്താ എന്നൊക്കെ ചോദിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ട രേണു അവനെ റൂമിലേക്ക് കൊണ്ടുപോയി ദിവസവും മീറ്റ് റോൾ തിന്നുന്ന പെണ്ണ് ഏതാ എന്ന് ചോദിക്കുന്നു. ഫോൺ പിടിച്ചു വാങ്ങി പാസ്വേഡ് മാറ്റിയോ എന്നൊക്കെ ചോദിച്ച് കഴുത്തിന് പിടിക്കുന്നു. അപ്പോൾ അത് സ്ഥിരം വരുന്ന കസ്റ്റമറാണെന്നും അതിനെപ്പറ്റി ആരോ വേണ്ടാത്തത് പറഞ്ഞു തന്നതാണ് എന്നൊക്കെ മഹേഷ് പറയുന്നു. അവരുടെ ബഹളം കേട്ട് ചേച്ചി പോയി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട മഹേഷ് ആളിൽ ചെന്നിരിക്കുന്നു. മഹേഷിനോട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് ടീച്ചർ അടുത്തേക്ക് വരുമ്പോൾ പ്രശ്നം പറഞ്ഞു കൊടുക്ക്, മോൻ്റെ ഗുണം ഇപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു തുടങ്ങി, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല, എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നൊക്കെ രേണു പറയുന്നുണ്ട്. ടീച്ചർ അവളെ സമാധാനിപ്പിക്കുന്നു. എനിക്കിങ്ങനെ ജീവിക്കണ്ട എന്നും പറഞ്ഞ് റൂമിൽ കയറി ഡോർ അടയ്ക്കുന്ന രേണു. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിച്ച് എല്ലാവരും കൂടി ഡോറിൽ തട്ടി വിളിക്കുന്നു. തുറക്കാഞ്ഞതിനാൽ അവർ ഡോർ തട്ടിപ്പൊളിച്ച് അകത്തു കയറുമ്പോൾ കട്ടിലിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന രേണുവിനെ കാണുന്നു. ഞാനങ്ങനെ ചത്തുകളയൊന്നുമില്ല, ചാവാണെങ്കിൽ ഇങ്ങേരെയും കൊണ്ടേ പോവൂ എന്ന് പറയുന്ന രേണു. അടുക്കളയിലെത്തുന്ന അമ്മയോട് ഇതൊക്കെ വെറും നാടകമാണെന്ന് വീണ പറയുന്നു. അവിടേക്ക് വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കുന്ന രേണു. ഇങ്ങനെ ഓരോന്ന് കാണിച്ചാൽ അത് നിൻ്റെ കുട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഓർക്കണമെന്ന് ടീച്ചർ പറയുമ്പോൾ അമ്മ എന്നെ ഉപദേശിക്കുന്നതിന് പകരം മോനെ ഉപദേശിക്കുമെന്ന് പറയുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്കറിയാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. റൂമിൽ പോയി അച്ഛനെ വിളിക്കുന്ന രേണു പണ്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് രേണുവിൻ്റെ അച്ഛൻ രേണുവിനെ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ തിരിച്ചു വന്നാലും വേറെ കല്യാണം നടത്തി തരാമെന്നൊക്കെ പറയുന്നു. രേണുവിൻ്റെ അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നു. മഹേഷിനെ വിരട്ടാൻ ഭാർഗവണ്ണനെ വിളിച്ച് അങ്ങോട്ട് വരാമെന്നും പറയുന്നു. പിറ്റേന്ന് സരസ്വതി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്ന മെമ്പർ. ടീച്ചർ പ്രീതയോട് നീ വല്ലാതെ അങ്ങ് മാറിപ്പോയി, കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അറിയാവുന്നതല്ലേ നിന്നെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ടീച്ചർ കാര്യങ്ങളുടെ ഒരു വശം മാത്രം അറിഞ്ഞാണ് ടീച്ചർ സംസാരിക്കുന്നതെന്ന് പറയുന്നു. വിദ്യയ്ക്ക് അമ്മയെ മാത്രമല്ല അച്ഛനെയും വേണം, അത് പ്രീത നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതയെ ഉപദേശിക്കുന്നുണ്ട് ടീച്ചർ. വിനോദിൻ്റെയും പ്രീതയുടെയും സ്കൂളിലെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.